ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു റമദാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്താഴത്തിന് പിന്നെ ഞാൻ കാര്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം അത്താഴത്തിന് ചിലപ്പം എന്തെങ്കിലും പൊരിക്കാനുണ്ടെങ്കിൽ പൊരിക്കും, അല്ലെങ്കിൽ ഒരു ഓംലേറ്റ് ആക്കി വേഗം ഫുഡ് കഴിക്കും, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവലില്ല. കറിയൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കും, അത്രേ ഉള്ളൂ കേട്ടോ രാവിലെ, അല്ല അത്താഴത്തിന്. ഇതിപ്പം രാവിലെ എണീറ്റ് പിന്നെ മക്കൾക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ. ഇന്നിപ്പം ഇസാന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ഞാൻ നല്ല ഉറക്കം ഉറങ്ങിപ്പോയി, അലാറം അടിഞ്ഞതും ഒന്നും അറിഞ്ഞില്ല. ലാസ്റ്റ് ഓട്ടോക്കാരൻ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി വിളിച്ചപ്പോഴാണ് ഞാൻ അറിയണത്. അങ്ങനെ പിന്നെ ഓനക്കിന്ന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലേനു. അപ്പോൾ ഞാൻ ഇവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് മുട്ട പുഴുങ്ങിയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പഴം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നോട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ചിലപ്പോൾ അത് എന്താ പറയുക ചീഞ്ഞ് പണിയായി പോവും. അല്ലെങ്കിൽ പഴം കുറച്ച് അത്യാവശ്യം നല്ലോണം വാടിക്കണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു പഴം കൊടുക്കാം, പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അതും കൂടി കൊടുക്കാമെന്ന് കേട്ടോ. അപ്പുറത്തിൻ്റെ ഇസാൻ്റെ മസിൽ ഷോ ആണ്. ഓന് പിന്നെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞിട്ടോ രാവിലെ തന്നെ. അപ്പോൾ പിന്നെ കണ്ണാടീൻ്റെ മുന്നിൽ നോക്കിയിട്ട് മസിലൊക്കെ നോക്കുന്നതാണ്. അതിവിടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഓൻ്റെത്. അങ്ങനെ മൂന്നാളെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ജമാൻ അതിൻ്റെ ടേബിളിൻ്റെ മുകളിൽ കയറാനുള്ള ഗ്യാപ്പ് നോക്കുകയാണ്. പിന്നെ ഞാൻ ടേബിളിൻ്റെ മുകളിൽ ഇരുത്തി കൊടുത്തു. ഞാൻ ഒരു പ്ലേറ്റിൽ തന്നെ ആക്കി കൊടുത്തു കേട്ടോ. ഇസാൻക്കും ജമാൻക്കും മുട്ടൻ്റെ മഞ്ഞ ഒഴിവാക്കിയിട്ടാണ് ഒരു കഴിക്കൽ. അവർക്ക് ആ മഞ്ഞോട് കൂടി കഴിക്കുന്നത് രണ്ടാൾക്കും ഇഷ്ടമില്ല. അങ്ങനെ ഒരു രണ്ടാക്കും അത് ഒഴിവാക്കിയിട്ടും കൊടുത്തു. ഹെസക്ക് പിന്നെ അത് മുഴുവനായിട്ടും കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 2 ഡേറ്റ്സ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടേനു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു റെസ്റ്റ് എടുത്തു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ മക്കളെ കുളിപ്പിക്കാൻ വിട്ടിട്ട് ഞാൻ പിന്നെ വേഗം എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തുടയ്ക്കുന്ന ദിവസേനും. അപ്പോൾ എൻ്റെ തുടയ്ക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നോമ്പായതുകൊണ്ട്. പിന്നെ ഇന്ന് ഇസാനും കൂടി ഉള്ളതുകൊണ്ട് ഇവരെ മൂന്നാളെയും ഓരോ കളികളാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, വീടൊക്കെ ഞാൻ ഫുൾ ക്ലീൻ ചെയ്തിട്ടതേനും. ഓരോ നുറുക്കും അതും ഇതുമൊക്കെ തിന്നിട്ട് ഫുള്ളാക്കി വെച്ചിട്ടുണ്ടേനു. പിന്നെ ഞാനൊരു 3:30-4 മണിയായ സമയത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ മക്കൾക്കുള്ള ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3:30-4 മണിയായ സമയത്ത് ഞാൻ മെല്ലെ എന്താക്കി 3 ആൾക്കും ലാപ്ടോപ്പ് തുറന്നു കൊടുത്തിട്ട് അതിൻ്റെ മുന്നിലിരുത്തി. അതാവുമ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കണ്ടോളൂ ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കണ വരെ. മറ്റേത് ഫുള്ള് ഡബിൾ പണിയാക്കും എനിക്ക്. പിന്നെ ഞാൻ അവർക്ക് ലാപ്ടോപ്പ് തുറന്നു കൊടുത്തിട്ട് ഞാൻ മെല്ലെ വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം ക്ലീൻ ചെയ്തിട്ട് വരുമ്പോൾ ഒരു വീണ്ടും എന്തെങ്കിലുമൊക്കെ തിന്നിട്ടോ അല്ലെങ്കിൽ അത് പെറുക്കി ഇത് പെറുക്കി എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ട് ഫുള്ളായിട്ട് ഇതാക്കിയിടും. അപ്പോൾ പിന്നെ ഞാൻ ലാപ്ടോപ്പ് തുറന്ന് വെച്ച് കൊടുത്തു. അതാകുമ്പോൾ എൻ്റെ പണിയും വേഗം ഫാസ്റ്റായിട്ട് കഴിയുമല്ലോ. അങ്ങനെ ഇന്നത്തെ നോമ്പിന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ചിക്കൻ കറിയാണ് പിന്നെ മിക്ക ദിവസം നോമ്പ് തുടങ്ങിയാൽ ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. ചിക്കനോ അല്ലെങ്കിൽ ബീഫോ അതുതന്നെയാണ് ഉണ്ടാക്കൽ. അങ്ങനെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ച്. ജസ്റ്റ് നോർമൽ പച്ചവെള്ളത്തിൽ കുഴിച്ചിട്ടുണ്ടാക്കണ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പച്ചവെള്ളത്തിൽ കൊഴിച്ചിട്ടുള്ള പത്തിരി ഉണ്ടാക്കുക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആ പച്ചവെള്ളത്തിൽ കൊഴിച്ചിട്ടും പത്തിരി ഉണ്ടാക്കലുണ്ട്. അത് നല്ല വൃത്തിക്ക് കിട്ടലുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു പൊടി വെച്ചിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സ്നാക്സായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഷവർമ പോക്കറ്റ് ഉണ്ടാക്കാൻ തീരുന്നു കേട്ടോ. ഞാനിങ്ങനെ രാവിലെ പ്ലാൻ ചെയ്യുന്നതായിരിക്കില്ല ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാക്കൽ. എൻ്റെ മൂഡനുസരിച്ച് അത് മാറിക്കൊണ്ടേന്നിരിക്കും. രാവിലെ തൊട്ടേ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യും അതുണ്ടാക്കുക ഇതുണ്ടാക്കുക എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അതിന് ചിലപ്പോൾ കൺഫേം ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വൈകുന്നേരം ഉണ്ടാക്കുന്ന നേരമാകുമ്പോഴേക്കും എൻ്റെ മനസ്സ് മാറും. വേണ്ട ഇന്നിപ്പോൾ ഇത് ഉണ്ടാക്കുക അങ്ങനെ ഇങ്ങനെയെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഷവർമ പോക്കറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതേനു. കാരണം ഇനിയിപ്പം വെള്ളിയാഴ്ച എനിക്ക് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ നോമ്പറാണ്. പിന്നെ കഴിഞ്ഞ് 2 ദിവസം ഞാൻ എൻ്റെ പ്യാപ്പിളിൻ്റെ വീട്ടിലേക്കും പോകും. അപ്പോൾ ബ്രെഡ് ഞാൻ വരുമ്പോഴേക്കും കേടാവോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷവർമ പോക്കറ്റ് ഉണ്ടാക്കാമെന്ന്. പക്ഷെ നോക്കുമ്പം ക്യാബേജും ഇല്ല, ക്യാരറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്രെഡ് വെച്ചിട്ട് തന്നെ ബ്രെഡ് ചിലവാക്കാനുള്ള വേറെ എന്തെങ്കിലുമൊക്കെ റെസിപ്പി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് ബ്രെഡ് ലസാനിയാണോ ബ്രെഡ് ലസാങ്കാണോ എന്താ പ്രൊനൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ആ ഒരു സാധനം എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ആദ്യം ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു 3 ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും കൂടി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറിയതിന് ശേഷം ചിക്കൻ നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം കേട്ടോ.
എത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതാക്കി കട്ട് ചെയ്യുക. ജസ്റ്റ് മിൻസ്ഡ് ചിക്കൻ ആയാലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത ചിക്കൻ ആയാലും കുഴപ്പമില്ല. പിന്നെ മിക്സിയിലിട്ടിട്ട് അടിക്കണ്ട. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടേനു. എന്നിട്ട് അതൊന്നൊരു ഹാഫ് കുക്ക് ആവണം. ചിക്കൻ ഒന്ന് ഹാഫ് കുക്ക് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു വൈറ്റ് സോസാണ്. അപ്പോൾ വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയതിൻ്റെ ശേഷം അതിലേക്കൊരു 2 ടീസ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മൈദ ആണ് കേട്ടോ, ടേബിൾ സ്പൂണല്ല. 2 ടീസ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ട് ആ മൈദൻ്റെ ആ ഒരു റോസ് സ്മെൽ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറി മൈദൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്ന സമയത്ത് അതിലേക്കൊരു 1.5 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അതിലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. പാല് വേണമെങ്കിൽ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് അതിലെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു 1.5-1.25 കപ്പ് പാലിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത്, ഏത് ട്രേയിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം കേട്ടോ ഈ ഒരു വൈറ്റ് സോസ് റെഡിയാക്കേണ്ടത്. ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വൈറ്റ് സോസ് റെഡിയാക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 8 ബ്രെഡ് എടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതായത് 2 ലെയറായിട്ട് 8 ബ്രെഡ് എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിനുള്ള ഒരു അളവാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു മിക്സ് എന്താ പറയുക, ഈ സോസ് റെഡിയാക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ റെഡിയാക്കാനും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല തിക്കായി പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ചിക്കൻ ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ചെറിയ ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്. മീൻസ് ചെറിയ ഉള്ളിയല്ല, ഉള്ളി തന്നെ നല്ല ചെറുതായിരുന്നു. അത് 3 ഉള്ളി എടുത്തിട്ട് നല്ലപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളടുത്ത് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലൊന്ന് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. അതാകുമ്പോൾ നല്ല ചെറുതായി കട്ട് ചെയ്ത് കിട്ടിക്കോളും. എന്നിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് കുക്കാവണമല്ലോ, അതുവരെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ഒന്ന് കണ്ടോ നമ്മൾ സോസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വൈറ്റ് സോസ് കണ്ടോ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ സോസിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പീസ് മാഗി ക്യൂബ് ഉണ്ടല്ലോ, മാഗി ക്യൂബല്ല, ചെറിയ പീസ് ചീസ് ക്യൂബ് ഉണ്ടല്ലോ, ചീസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ അമൂലിൻ്റെ ഒരു ചീസ് ക്യൂബ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചീസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചീസിൻ്റെ ആ ഒരു ടേസ്റ്റും പാടി ഉണ്ടാവും. ഓപ്ഷണലാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതും ഒന്ന് മെൽട്ടായതിന് ശേഷം സോസ്, നമ്മൾ ഈ ഒരു വൈറ്റ് സോസ് നല്ല തിക്കാവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിപ്പോൾ ഫസ്റ്റ് 1 കപ്പ് പാലിലാണ് ഇതിപ്പം ചെയ്തത്. എന്നിട്ടിപ്പോൾ നല്ല തിക്കായത് കണ്ടപ്പോൾ ഞാൻ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് 1.5 കപ്പ് എന്ന് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരിഗാനോ ഉണ്ടെങ്കിൽ ഒരിഗാനോ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി ഇട്ട് കൊടുക്കണം. രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എന്തായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടി നല്ല സ്പൈസി ആവുള്ളൂ. ഈ സോസിൽ ഒരു സ്പൈസി വേണ്ടേ, അല്ലെങ്കിൽ ഈ ഒരു സാധനം നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവൽ. അപ്പോൾ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ ഉള്ളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടിയും പിന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഒരു തക്കാളി, ഞാനൊരു അത്യാവശ്യം വലിയ തക്കാളി ആട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ട് ഒരു തക്കാളി, ചെറുതാണെങ്കിൽ 2 തക്കാളി, അതെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇതിപ്പം അത്യാവശ്യം ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളത്, നല്ല ലൂസ് അല്ലാന്നുണ്ടെങ്കിലും കുറച്ചൊരു ലൂസാണല്ലോ ഉള്ളത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നല്ല തിക്കാക്കി എടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കും പിന്നെ മല്ലിയിലയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം.
ഇതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ തന്നെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. കണ്ടോ, ഈ അത്യാവശ്യം ഇതേപോലെ നല്ല ഡ്രൈ ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ട്രേയിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് സോസ് ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ വൈറ്റ് സോസ് നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താലും മതി, അല്ലെ കുറച്ചുകൂടി പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇത് വെക്കും തോറും കുറച്ച് നല്ല തിക്കാവും. പിന്നെ അതുപോലെ ഇത് ഈ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയ പാടെ തന്നെ ഇത് അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് സോസ് നല്ല തിക്കായി പോവും. എന്നിട്ട് ആ ഒരു പാനിൽ വൈറ്റ് സോസ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് കണ്ടോ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സ്പേസ് ഒന്നും ഇല്ലാതെ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സ് അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കട്ടോ. ഈ ഒരു ലസാന നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും, എത്ര ലെയർ മീൻസ് ഒരു 3 ലെയർ വരെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ലെയർ ആണെങ്കിൽ ഒരു ലെയർ, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, അത്രയും ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ ലെയറായിട്ട് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മൾ ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് നിറഞ്ഞു പോവും. കാരണം അത്രയും അതിൽ നമ്മൾ ഈ ഒരു എന്താ പറയുക ലസാനി തന്നെ 4 ആക്കിയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. നോർമലി 4 ആക്കിയിട്ട് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാനും പറ്റും കേട്ടോ. ഈ 4 എന്ന് പറയുമ്പം 2 സ്ലൈസ് ബ്രെഡായിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ പിന്നെ അതന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ചിക്കൻ്റെ ഫില്ലിങ്, 2 ആയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്, 2 ബ്രെഡ് പീസ്, ചീസ്, അത് ഈ ഒരു വൈറ്റ് സോസൊക്കെ ആയിട്ട് അപ്പം അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഐറ്റം. എന്നിട്ട് ഞാൻ ആ ഒരു മിക്സിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടി വൈറ്റ് സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു ലെയറും കൂടി ബ്രെഡ് നേരത്തെ വെച്ചതുപോലെ വെച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ചീസും കൂടി ഇട്ട് കൊടുക്കണം, അത് ഞാൻ മറന്നുപോയി. അതിനെപ്പറ്റി ഞാൻ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൽ അത്യാവശ്യം നല്ല ചീസ് ഇട്ട് കൊടുക്കണം. പക്ഷെ ഞാൻ അത്ര ചീസൊന്നും ഇട്ടില്ല കേട്ടോ. മുകളിൽ മാത്രം കുറച്ച് അധികം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, താഴെ ഞാൻ കുറേ അങ്ങനെ ചീസൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേനു. എന്നിട്ട് ഇതാ വീണ്ടും ബ്രെഡ് നേരത്തെ വെച്ചതുപോലെ തന്നെ അതേപോലെ ഒരു ലെയറാക്കി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ സ്റ്റെപ്പ് തന്നെ ഈ ബ്രെഡിൻ്റെ മുകളിൽ കുറച്ചുകൂടി വൈറ്റ് സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ ഒരു ചിക്കൻ്റെ ആ ഒരു മസാല അതിൻ്റെ മുകളിലാക്കി കൊടുക്കുക. പിന്നെ വീണ്ടും ബാക്കി കുറച്ച് സോസ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് അത്യാവശ്യം നല്ലപോലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് മുന്നേ അതൊന്ന് 10 മിനിറ്റ് ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. അല്ലാതെ കുറേ മുന്നേ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ചീസൊക്കെ എന്താ പറയുക മെൽട്ടായതൊക്കെ വീണ്ടും നല്ല ഇതായി പോവും. ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10-20 മിനിറ്റ് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചീസൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഉറച്ചു പോയിന്ന് അറിയില്ലേ, ആ ഒരു വലിക്കുമ്പോൾ ആ ചീസ് ഇതായിട്ട് വന്നിട്ടില്ല. കാരണം അത് ചൂടോടെ തന്നെ അത് എടുക്കുമ്പോഴാണല്ലോ ചീസ് നല്ലോണം വലിഞ്ഞ് വരൽ. അപ്പോൾ എൻ്റെ അത് അങ്ങനെ ആയിട്ടില്ലേനു കേട്ടോ, കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു, നല്ലോണം ആയിട്ടില്ലേനു. അങ്ങനെ ഇതായ രണ്ടാമത്തെ ലെയറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വീണ്ടും വൈറ്റ് സോസ് ഇട്ട് കൊടുത്തിട്ട് ചീസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ അതാ ലസാനി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമില്ലേ, കാണാൻ നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ബേക്ക് ചെയ്തെടുത്ത പാടെ തന്നെ. ഇനിയിപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ ഈ ഒരു പീസാണ് പറഞ്ഞത്. ഈ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ നല്ല സ്റ്റൊമക്ക് ഫീലിംഗ് ആയിരുന്നു. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു സാധനം. നല്ല സ്പൈസിയാണ്, നല്ല ജ്യൂസിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഒറിജിനൽ ലസാനി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ലസാനീൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സാധനം അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം അടിപൊളിയാണ്. കണ്ടോ, ഈ ഒരു പീസ് കഴിച്ചപ്പോൾ തന്നെ വയറ് നല്ല പോലെ ഫില്ലായിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ അതാ കിച്ചണൊക്കെ പൂട്ടി നേരെ ഹാളിലേക്ക് പോട്ടെ. ബാങ്ക് കൊടുക്കാനുള്ള നേരമായിട്ടുണ്ട്. എനിക്ക് കിച്ചണിൽ നിന്ന് മാറി നിൽക്കുമ്പോഴുള്ള എൻ്റെ എപ്പോഴത്തെ ടെൻഷനാണ് കേട്ടോ. ഗ്യാസ് പൊട്ടിക്കണമെന്ന് ഞാനൊരു 3-4 വട്ടം ചെക്ക് ചെയ്ത് നോക്കും. ഇനിയിപ്പോൾ കിച്ചണിൽ നിന്ന് മെല്ലെ ടാറ്റ പറയാണ്. അപ്പം ലൈറ്റൊക്കെ ഓഫാക്കി നേരെ പോട്ടെ. അവിടെ മക്കൾ നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാനുള്ള നേരം അയക്കണം. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെയാണ് കേട്ടോ നമുക്കുള്ളത്. പിന്നെ കുറച്ച് ഞാൻ ഉന്നക്കായി ഞാൻ എൻ്റെ ഫ്രീസറിൽ ഉണ്ടേനും ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നോമ്പ് തുറക്കാനുള്ള നമ്മളെ ഐറ്റംസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്